വനനിയമ ഭേദഗതിക്കെതിരായ നിലപാട് മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കാൻ കേരള കോൺഗ്രസ് എം. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണുക. വനനിയമ ഭേദഗതിയിൽ ആശങ്കയുള്ളവരെ ഉൾപ്പെടുത്തി ചർച്ച നടത്തുക, വനപാലകരുടെ അമിതാധികാരം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കേരള കോൺഗ്രസ് എം മുന്നോട്ട് വയ്ക്കുന്നത്. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, ഈ വിഷയത്തിൽ ജോസ് കെ മാണി ആ അതൃപ്തി മുഖ്യമന്ത്രിയെ അറിയിക്കാനായി പോവുകയാണ്. എപ്പോഴാണ്, ആരൊക്കെയാണ് കാണുക? കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? കേരള കോൺഗ്രസിന്റെ ഒരു തട്ടകമെന്ന് പറയുന്നത് തന്നെ മലയോര കർഷകരാണ്. മലയോര കർഷകർക്കിടയിൽ തന്നെയാണ് ആ പാർട്ടിയുടെ ഉദയവും തുടർന്നുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയോര ജനതയെ വലിയ തരത്തിൽ ആശങ്കയിലാക്കിയിരിക്കുന്ന ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആശങ്കകൾ മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിന്റെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്താനായി സമയം ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം, 1961 വന നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ എല്ലാം നിലനിൽക്കുന്നത്. അവിടെ തന്നെ 15ഓളം ഭേദഗതികൾ, അതായത് ആ നിയമത്തിൽ ഏതാണ്ട് 15ഓളം ഭേദഗതികൾക്ക് ശുപാർശ ചെയ്യുന്ന ബില്ലാണ് പരിഗണനയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ആശങ്കകൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിനും നിലവിൽ വിഭവങ്ങൾ ശേഖരിക്കുന്നതിനുമൊന്നും ഏത് തരത്തിലായിരിക്കണം നടപടികളെന്ന് വ്യക്തമായ പരാമർശങ്ങൾ നിലവിലെ നിയമത്തിലില്ല. പക്ഷേ പുതുക്കിയ വ്യവസ്ഥകൾ അനുസരിച്ച്, ഈ ഭേദഗതി അനുസരിച്ച് ഇതിനെതിരെ വലിയ തരത്തിൽ പിഴ ഈടാക്കാവുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങളൊക്കെയുണ്ട്. അവിടെ തന്നെ ഏതാണ്ട് നിലവിൽ 1000 രൂപയ്ക്ക് താഴെ മാത്രം പരമാവധി പിഴ വരുന്ന ശിക്ഷകൾക്ക് ഇനിയങ്ങോട്ട് ഈ ഭേദഗതി നിയമമായി മാറുന്നതോടെ ഏതാണ്ട് 25,000 രൂപ വരെ പിഴ ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇത് മലയോര ജനതയെ ആശങ്കയിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏതാണ്ട് 70% മലയോര ജനതയും അവർ വനാതിർത്തിയോട് ചേർന്നാണ് താമസിക്കുന്നത്. അവരുടെ ദൈനംദിന ജീവിതവുമായി വനപ്രദേശങ്ങളേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കന്നുകാലികളെ മേയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ മീൻ പിടിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെയായി അവർ വനത്തിലൂടെ നടക്കുകയും വനവിഭവങ്ങൾ ശേഖരിക്കുകയുമൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഈ ഭേദഗതി നിയമമായി മാറുന്നതോടെ അത് വലിയ തരത്തിൽ തടവ് ശിക്ഷയോ വലിയ പിഴത്തുകയോ അടയ്ക്കേണ്ട വലിയ തരത്തിലുള്ള കുറ്റമായി മാറുമെന്നാണ് അവരുടെ ആശങ്ക. ആ ആശങ്കയാണ് കേരള കോൺഗ്രസ് മുഖ്യമന്ത്രിയെ അറിയിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വനത്തിൽ നിന്ന് മീൻ പിടിക്കുന്നതിന് ഏത് തരത്തിലായിരിക്കണം നടപടികളെന്ന കൃത്യമായൊരു വ്യവസ്ഥകളൊന്നും നിലവിലില്ല. പക്ഷേ ഈ പുതിയ ഭേദഗതി നടപ്പിലാകുന്നതോടെ സ്ഫോടക വസ്തുക്കളോ മറ്റ് വിഷപദാർത്ഥങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് മീൻ പിടിക്കുന്നതിനടക്കം വലിയ തരത്തിൽ പിഴ ചുമത്തേണ്ട സാഹചര്യമുണ്ടാകും. സ്ഫോടക വസ്തുക്കളുമായി വനത്തിനുള്ളിൽ കയറുന്നതിന് വലിയ തരത്തിൽ പിഴ ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം ഫോറസ്റ്റ് വാച്ചർമാർക്കാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ, വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമം. അത് അവരിൽ നിക്ഷിപ്തമാണ്. പക്ഷേ അത് ഈ പുതിയ ഭേദഗതിയിലൂടെ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ, വാറന്റില്ലാതെ ഈ അറസ്റ്റ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെ പ്രധാനപ്പെട്ട 10-15ഓളം ഭേദഗതികളാണ് ഈ വനനിയമ ഭേദഗതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പക്ഷേ വനം വകുപ്പ് മന്ത്രി നൽകുന്ന വിശദീകരണം അനുസരിച്ച് വരുന്ന ജനുവരിയിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭയിൽ വിശദമായി ഇക്കാര്യങ്ങളിൽ ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ ഇതൊരു നിയമമായി മാറുകയുള്ളൂ. അവിടെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും ഇതുമായി ബന്ധപ്പെട്ട മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ആശങ്കയുള്ളവർക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ആശങ്കകളുണ്ടെങ്കിലും അത് അറിയിക്കുന്നതിനുള്ള സാവകാശവും സൗകര്യങ്ങളും കൃത്യമായി നിയമവഴിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു അനാവശ്യമായ വിവാദം ഉണ്ടാക്കുന്നത്? അങ്ങനെ ഒരു വിവാദത്തിന്റെ കാര്യമില്ല. ഇത് മുഴുവൻ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഭേദഗതി നടപ്പിലാക്കുകയുള്ളൂ എന്നൊരു വിശദീകരണമാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും കാത്തിരിക്കാം മുഖ്യമന്ത്രിയുമായി നടക്കുന്ന ചർച്ച. മലയോര ജനതയുടെ ആശങ്ക അതിൽ വളരെ വലുതല്ലേ? ഒപ്പം ഈ രാഷ്ട്രീയമായി തന്നെ കേരള കോൺഗ്രസ് എമ്മിന് ഇത് ഒരു വലിയ സമ്മർദ്ദമാണ്. കാരണം സർക്കാരിൽ കൂടുതൽ അവരെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ട് എന്ന് പറയാം. പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണം തുടർക്കഥയാവുകയാണ് നമ്മുടെ കേരളത്തിൽ. തീർച്ചയായിട്ടും. അതായത് ഈ വന്യജീവി ആക്രമണങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വ്യവസ്ഥകൾ ഈ ഭേദഗതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ വനത്തിനുള്ളിൽ കടന്ന് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കർശനമായി നിരോധിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതോടൊപ്പം
മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അത് വലിയ തരത്തിൽ ആശങ്കയിലേക്ക് ജനജീവിതത്തെ ദുസ്സഹമായി ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങൾ, അതിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് നിയമപരമായി മുമ്പോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള പരിമിതികൾ, അത് കേന്ദ്ര നിയമം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അത് സൃഷ്ടിക്കുന്ന സങ്കീർണതകൾ, അതിനൊക്കെ നടുവിലാണ് ഇങ്ങനെയൊരു വന നിയമ ഭേദഗതിക്ക് ഒരുക്കുന്നത്. അതോടൊപ്പം എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 1961 കേരള വന നിയമവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വ്യവസ്ഥകളിൽ അന്നത്തെ പിഴത്തുകയൊക്കെയാണ്. അതൊക്കെ താരതമ്യേന വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് പണത്തിന് മൂല്യശോഷണം, രൂപയ്ക്ക് മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം കുറ്റകൃത്യങ്ങളുടെ ഗൗരവം കൂടി കണക്കിലെടുക്കുന്ന തരത്തിൽ ഈ പിഴത്തുകകൾ വലിയ തരത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് ഈ ദൈനംദിന ആവശ്യങ്ങൾക്ക് വനത്തിലേക്ക് കയറുന്ന, വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്ന മലയോര ജനതയെ, പ്രത്യേകിച്ച് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഏതാണ്ട് 70% ആളുകൾ വനാതിർത്തിയോട് ചേർന്നാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ദൈനംദിന ജീവിതത്തെ ഈ ഭേദഗതികൾ ദോഷകരമായി ബാധിക്കുമെന്നൊരു ആശങ്ക ആ ജനതയ്ക്കുണ്ട്. അതാണ് അവർ പങ്കുവെക്കുന്നത്. ആ ആശങ്ക കേരള കോൺഗ്രസ് മുഖ്യമന്ത്രി അറിയിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് വനം വകുപ്പ് മന്ത്രി പക്ഷേ മറിച്ചൊരു നിലപാടുമായി നിലനിൽക്കുന്നത്. അങ്ങനെ ഒറ്റയടിക്ക് നിയമം നടപ്പിലാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ ഭേദഗതികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അഭിപ്രായങ്ങൾ മുഴുവൻ സമന്വയിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത് നിയമമാകുകയുള്ളൂ എന്ന നിലപാടിലാണ് അദ്ദേഹവും ഇപ്പോൾ ഉള്ളത്.